യോശുവയുടെ പുസ്തകം 17-ാം അധ്യായം. യോസേഫിൻ്റെ ആദ്യജാതനായ മനശ്ശെയുടെ ഗോത്രത്തിനും ഓഹരി കിട്ടി. മനശ്ശെയുടെ ആദ്യജാതനും ഗിലെയാദിൻ്റെ അപ്പനും ആയ മാഖീർ യുദ്ധവീരനായിരുന്നതുകൊണ്ട് അവന് ഗിലെയാദും ബാശാനും ലഭിച്ചു. മനശ്ശെയുടെ ശേഷം പുത്രന്മാരായ അബിയേസറിൻ്റെ മക്കൾ, ഹേലക്കിൻ്റെ മക്കൾ, അസ്രീയേലിൻ്റെ മക്കൾ, ഷേഖേമിൻ്റെ മക്കൾ, ഹേഫേരിൻ്റെ മക്കൾ, ഷെമീദാവിൻ്റെ മക്കൾ എന്നിവയ്ക്കും കുടുംബമായി ഓഹരി കിട്ടി. ഇവർ കുടുംബമായി യോസേഫിൻ്റെ മകനായ മനശ്ശെയുടെ മക്കളായിരുന്നു. എന്നാൽ മനശ്ശെയുടെ മകനായ മാഖീരിൻ്റെ മകനായ ഗിലെയാദിൻ്റെ മകനായ ഹേഫെരിൻ്റെ മകൻ ശെലോഫഹാദിന് പുത്രന്മാരില്ലായിരുന്നു. അവൻ്റെ പുത്രിമാർക്കും മഹ്ള, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ എന്നു പേരായിരുന്നു. അവർ പുരോഹിതനായ എലയാസറിൻ്റെയും നൂൻ്റെ മകനായ യോശുവയുടെയും പ്രഭുക്കന്മാരുടെയും മുമ്പിൽ അടുത്തു ചെന്ന്, ഞങ്ങളുടെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ ഒരു അവകാശം ഞങ്ങൾക്ക് തരുവാൻ യഹോവ മോശയോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ യഹോവയുടെ കൽപ്പന പ്രകാരം അവരുടെ അപ്പൻ്റെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ അവർക്ക് ഒരവകാശം കൊടുത്തു. ഇങ്ങനെ മനശ്ശെയുടെ പുത്രന്മാർക്ക് അവൻ്റെ പുത്രന്മാരുടെ കൂട്ടത്തിൽ അവകാശം ലഭിച്ചതുകൊണ്ട് മനശ്ശെയ്ക്ക് യോർദാൻ അക്കരെ ഗിലെയാദ് ദേശവും ബാശാനും കൂടാതെ 10 ഓഹരി കിട്ടി. മനശ്ശെയുടെ ശേഷം പുത്രന്മാർക്ക് ഗിലെയാദ് ദേശം കിട്ടി. മനശ്ശെയുടെ അതിരോ ആശേർ മുതൽ ഷേഖേമിന് കിഴക്കുള്ള മിഗ്മെദാത്ത് വരെ ചെന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഏൻ തപ്പൂഹായിലെ നിവാസികളുടെ അടുക്കലോളം നീണ്ടുകിടക്കുന്നു. തപ്പൂഹ ദേശം മനശ്ശെക്കുള്ളതായിരുന്നു. എങ്കിലും മനശ്ശെയുടെ അതിരിലുള്ള തപ്പൂഹ പട്ടണം എഫ്രൈമ്യർക്കുള്ളതായിരുന്നു. പിന്നെ ആ അതിർ കാനാ തോട്ടിലേക്ക് തോട്ടിൻ്റെ തെക്കുകൂടെ ഇറങ്ങുന്നു. ഈ പട്ടണങ്ങൾ മനശ്ശെയുടെ പട്ടണങ്ങൾക്കിടയിൽ എഫ്രൈമിനുള്ളവ. മനശ്ശെയുടെ അതിർ തോട്ടിൻ്റെ വടക്കുവശത്തു കൂടെ ചെന്ന് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. തെക്കുഭാഗം എഫ്രൈമിനും വടക്കുഭാഗം മനശ്ശെക്കുമുള്ളത്. സമുദ്രം അതിൻ്റെ അതിർ ആകുന്നു. അത് വടക്ക് ആശേരിനോടും കിഴക്ക് ഇസാഖാരിനോടും തൊട്ടിരുന്നു. ഇസാഖാരിലും ആശേരിലും മനശ്ശെക്കും ബേത്ത് ഷെയാനും അതിൻ്റെ അധീന നഗരങ്ങളും, ഇബ്ളയാമും അതിൻ്റെ അധീന നഗരങ്ങളും, ദോർ നിവാസികളും അതിൻ്റെ അധീന നഗരങ്ങളും, ഏൻ ദോർ നിവാസികളും അതിൻ്റെ അധീന നഗരങ്ങളും, തനാക് നിവാസികളും അതിൻ്റെ അധീന നഗരങ്ങളും, മെഗീദോ നിവാസികളും അതിൻ്റെ അധീന നഗരങ്ങളും ഉണ്ടായിരുന്നു. 3 മേടുകൾ തന്നെ. എന്നാൽ മനശ്ശെയുടെ മക്കൾക്ക് ആ പട്ടണങ്ങളിലെ നിവാസികളെ നീക്കിക്കളവാൻ കഴിഞ്ഞില്ല. കനാന്യർക്ക് ആ ദേശത്തിൽ തന്നെ പാർപ്പാനുള്ള താല്പര്യം സാധിച്ചു. എന്നാൽ ഇസ്രായേൽ മക്കൾ ബലവാന്മാരായി തീർന്നപ്പോൾ അവരെ നീക്കിക്കളയാതെ അവരെ കൊണ്ട് ഊഴിയ വേല ചെയ്യിച്ചു. അനന്തരം യോസേഫിൻ്റെ മക്കൾ യോശുവയോട്, യഹോവ ഇതുവരെ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളൊരു വലിയ ജനമായി തീർന്നിരിക്കെ ഒരു നറുക്കും ഓഹരിയും മാത്രം നീ ഞങ്ങൾക്ക് തന്നതെന്ത് എന്ന് ചോദിച്ചു. യോശുവ അവരോട്, നിങ്ങൾ വലിയൊരു ജനമെങ്കിൽ എഫ്രൈം പർവ്വതം നിങ്ങൾക്ക് വിസ്താരം പോരാത്തതാകൊണ്ട് കാട്ടുപ്രദേശത്ത് ചെന്ന് പെരിസ്യരുടെയും മല്ലന്മാരുടെയും ദേശത്ത് കാടുവെട്ടി സ്ഥലം എടുത്തുകൊള്ളുവിൻ എന്നുത്തരം പറഞ്ഞു. അതിന് യോസേഫിൻ്റെ മക്കൾ, മലനാട് ഞങ്ങൾക്ക് പോരാ, ബേത്ത് ഷെയാനിലും അതിൻ്റെ അധീന നഗരങ്ങളിലും ഇസ്രായേൽ താഴ്വരയിലും ഇങ്ങനെ താഴ്വീതി പ്രദേശത്ത് പാർക്കുന്ന കനാന്യർക്കൊക്കെയും ഇരുമ്പു രഥങ്ങളുണ്ട് എന്ന് പറഞ്ഞു. യോശുവ യോസേഫിൻ്റെ കുലമായ എഫ്രൈമിനോടും മനശ്ശെയോടും പറഞ്ഞത്, നിങ്ങൾ വലിയൊരു ജനം തന്നെ, മഹാശക്തിയുമുണ്ട്. നിങ്ങൾക്കൊരു ഓഹരി മാത്രമല്ല വരേണ്ടത്, മലനാട് നിനക്കുള്ളത് ആയിരിക്കണം. അത് കാടാകുന്നു, എങ്കിലും നിങ്ങളത് വെട്ടിത്തെളിക്കണം. അതിൻ്റെ അറുതി പ്രദേശങ്ങളും നിങ്ങൾക്കുള്ളവ തന്നെ. കനാന്യർ ഇരുമ്പു രഥങ്ങൾ ഉള്ളവരും ബലവാന്മാരും ആകുന്നുവെങ്കിലും നിങ്ങൾ അവരെ നീക്കിക്കളയും. യോശുവയുടെ പുസ്തകം 18-ാം അധ്യായം. അനന്തരം ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും ശീലോവിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമന കൂടാരം നിർത്തി. ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നു. എന്നാൽ ഇസ്രായേൽ മക്കളിൽ അവകാശം ഭാഗിച്ചു കിട്ടാതിരുന്ന 7 ഗോത്രങ്ങൾ ശേഷിച്ചിരുന്നു. യോശുവ ഇസ്രായേൽ മക്കളോട് പറഞ്ഞതെന്തെന്നാൽ, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം കൈവശമാക്കുവാൻ പോകുന്നതിന് നിങ്ങൾ എത്രത്തോളം മടിച്ചിരിക്കും? ഓരോ ഗോത്രത്തിനും 3 പേരെ നിയമിപ്പിൻ. ഞാൻ അവരെ അയക്കും. അവർ പുറപ്പെട്ട ദേശത്തുകൂടി സഞ്ചരിച്ച് തങ്ങൾക്ക് അവകാശം കിട്ടേണ്ടും പ്രകാരം കണ്ടെഴുതി എൻ്റെ അടുക്കൽ മടങ്ങി വരണം. അത് 7 പങ്കായി ഭാഗിക്കണം. യഹൂദ തൻ്റെ അതിർക്കകത്ത് തെക്ക് പാർത്തുകൊള്ളട്ടെ. യോസേഫിൻ്റെ കുലവും തൻ്റെ അതിർക്കകത്ത് വടക്ക് പാർത്തുകൊള്ളട്ടെ. അങ്ങനെ നിങ്ങൾ ദേശം 7 ഭാഗമായി കണ്ടെഴുതി ഇവിടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. ഞാൻ ഇവിടെ നമ്മുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച്
നിങ്ങൾക്ക് വേണ്ടി ചീട്ടിടും. ലേവ്യർക്ക് നിങ്ങളുടെ ഇടയിൽ ഓഹരിയില്ലല്ലോ. യഹോവയുടെ പൗരോഹിത്യം അവരുടെ അവകാശം ആകുന്നു. ഗാദും രൂബേനും മനശ്ശെയുടെ പാതിഗോത്രവും യഹോവയുടെ ദാസനായ മോശ അവർക്ക് കൊടുത്തിരിക്കുന്ന അവകാശം യോർദാന് കിഴക്ക് വാങ്ങിയിരിക്കുന്നു. അങ്ങനെ ആ പുരുഷന്മാർ യാത്ര പുറപ്പെട്ടു. ദേശം കണ്ടെഴുതുവാൻ പോയവരോട് യോശുവ, നിങ്ങൾ ചെന്ന് ദേശത്തുകൂടി സഞ്ചരിച്ച് കണ്ടെഴുതുകയും ഞാൻ ഇവിടെ ശീലോവിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി ചീട്ടിടേണ്ടതിന് എൻ്റെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യുവിനെന്ന് പറഞ്ഞു. അവർ പോയി ദേശത്തുകൂടി കടന്ന് നഗരവിവരത്തോടെ കൂടെ ഒരു പുസ്തകത്തിൽ അത് 7 ഭാഗമായി എഴുതി ശീലോവിൽ യോശുവയുടെ അടുക്കൽ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ യോശുവ ശീലോവിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് അവർക്ക് വേണ്ടി ചീട്ടിട്ടു. അവിടെ വെച്ച് യോശുവ ഇസ്രായേൽ മക്കൾക്ക് ഗോത്ര വിഭാഗപ്രകാരം ദേശം വിഭാഗിച്ചു കൊടുത്തു. ബെന്യാമീൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി നറുക്കുവന്നു. അവരുടെ അവകാശത്തിൻ്റെ അതിർ യഹൂദയുടെ മക്കളുടെയും യോസേഫിൻ്റെ മക്കളുടെയും മധ്യേ കിടക്കുന്നു. വടക്കുഭാഗത്ത് അവരുടെ വടക്കേ അതിർ യോർദാങ്കൽ തുടങ്ങി വടക്ക് എരിഹോവിൻ്റെ പാർശ്വം വരെ ചെന്ന് പടിഞ്ഞാറോട്ട് മലനാട്ടിൽ കൂടി കയറി ബേത്താവൻ മരുഭൂമിയെങ്കിൽ അവസാനിക്കുന്നു. അവിടെ നിന്ന് അവർ അതിർ ബെതേൽ എന്ന ലൂസിൻ്റെ തെക്കുവശം വരെ കടന്ന് താഴത്തെ ബേത്ത് ഹോരോൻ്റെ തെക്കുവശത്തുള്ള മലവഴിയായി അതിരോത്ത് അദാരിലേക്ക് ഇറങ്ങുന്നു. പിന്നെ ആ അതിർ വളഞ്ഞ് പടിഞ്ഞാറേ വശത്ത് ബേത്ത് ഹോരോന് എതിരെയുള്ള മല മുതൽ തെക്കോട്ട് തിരിഞ്ഞ് യഹൂദ മക്കളുടെ പട്ടണമായ കിര്യത്ത് യെയാരീം എന്ന കിര്യത്ത് ബാലായിങ്കൽ അവസാനിക്കുന്നു. ഇതുതന്നെ പടിഞ്ഞാറേ ഭാഗം. തെക്കേ ഭാഗം കിര്യത്ത് യെയാരീമിൻ്റെ അറ്റത്തു തുടങ്ങി പടിഞ്ഞാറോട്ട് നെപ്തോഹ വെള്ളത്തിൻ്റെ ഉറവ് വരെ ചൊല്ലുന്നു. പിന്നെ ആ അതിർ ബെൻഹിന്നോം താഴ്വരയ്ക്കെതിരെയും രഫായിം താഴ്വരയുടെ വടക്കുവശത്തും ഉള്ള മലയുടെ അറ്റം വരെ ചെന്ന് ഹിന്നോം താഴ്വരയിൽ കൂടി തെക്കോട്ട് യെബൂസ്യ പർവ്വതത്തിൻ്റെ പാർശ്വൻ വരെയും ഏൻ രോഗിയൽ വരെയും ഇറങ്ങി വടക്കോട്ട് തിരിഞ്ഞ് ഏൻ ഷെമേരിലേക്കും അതുമ്മീം കയറ്റത്തിനെതിരെയുള്ള ഗലീലോത്തിലേക്കും ചെന്ന് റൂബേന്റെ മകനായ ബോഹാന്റെ കല്ലുവരെ ഇറങ്ങി അരാബായിക്കെതിരെയുള്ള മലഞ്ചെരുവിലേക്ക് കടന്ന് അരാബായിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. പിന്നെ ആ അതിർ വടക്കോട്ട് ബേത്ത് ഹൊഗ്ലയുടെ മലഞ്ചെരുവിലൂടെ കടന്ന് തെക്ക് യോർദാന്റെ അഴിമുഖത്ത് ഉപ്പുകടലിന്റെ വടക്കേ അറ്റത്ത് അവസാനിക്കുന്നു. ഇത് തെക്കേ അതിർ. അതിൻ്റെ കിഴക്കേ അതിർ യോർദാൻ ആകുന്നു. ഇത് ബെന്യാമീൻ മക്കൾക്ക് കുടുംബമായി കിട്ടിയ അവകാശത്തിൻ്റെ ചുറ്റുമുള്ള അതിരുകൾ. എന്നാൽ ബെന്യാമീൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ പട്ടണങ്ങൾ എരിഹോ, ബേത്ത് ഹോഗ്ലോ, ഏമക്കെസീസ്, ബേത്ത് അരാബ, സെമാറയീം, ബേതേൽ, അവീം, പാര, ഒഫ്ര, കെഫാർ അമ്മോനി, ഒഫ്നി, ഗേബ. ഇങ്ങനെ 12 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ഗിബയോൻ, രാമ, ബേരോത്ത്, മിസ്പെ, കെഫീര, മോസ, രേഖേം, ഇർപ്പേൽ, തരല, സേല, ഏലഫ്, യെരുശലേം എന്ന യെബൂസ് നഗരം, ശിബയത്ത്, കിര്യത്ത്. ഇങ്ങനെ 14 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഇത് ബെന്യാമീൻ മക്കൾക്ക് കുടുംബമായി കിട്ടിയ അവകാശം. യോശുവയുടെ പുസ്തകം 19-ാം അധ്യായം. 2-ാമത്തെ നറുക്ക് ശിമെയോന് കുടുംബമായി ശിമെയോൻ മക്കളുടെ ഗോത്രത്തിന് വന്നു. അവരുടെ അവകാശം യഹൂദ മക്കളുടെ അവകാശത്തിൻ്റെ ഇടയിൽ ആയിരുന്നു. അവർക്ക് തങ്ങളുടെ അവകാശത്തിൽ ബേർഷേബ, ഷേബ, മൊലാധ, ഹസർ ഷൂവാൽ, ബാല, ഏസെം, എൽദോലത്ത്, ബേദൂൽ, ഹോർമ, സിഗ്ലാഗ്, ബേത്ത് മർക്കാബോത്ത്, ഹസർ സൂസ, ബേത്ത് ലെബായോത്ത്, ഷാരൂഹേൻ. ഇങ്ങനെ 13 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. അയീൻ, റിമ്മോൻ, ഏദർ, ആശാൻ. ഇങ്ങനെ 4 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഈ പട്ടണങ്ങൾക്ക് ചുറ്റും തെക്കേ ദേശത്തിലെ രാമ എന്ന ബാലത്ത് ബേർ വരെയുള്ള സകല ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഇത് ശിമിയോൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശം. ശിമിയോൻ മക്കളുടെ അവകാശം യഹൂദ മക്കളുടെ ഓഹരിയിൽ ഉൾപ്പെട്ടിരുന്നു. യഹൂദ മക്കളുടെ ഓഹരി അവർക്ക് അധികമായിരുന്നത് കൊണ്ട് അവരുടെ അവകാശത്തിൻ്റെ ഇടയിൽ ശിമിയോൻ മക്കൾക്ക് അവകാശം ലഭിച്ചു. സെബുലൂൻ മക്കൾക്ക് കുടുംബമായി 3-ാമത്തെ നറുക്ക് വന്നു. അവരുടെ അവകാശത്തിൻ്റെ അതിർ സാരീദ് വരെയായിരുന്നു. അവരുടെ അതിർ പടിഞ്ഞാറോട്ട് മരലയിലേക്ക് കയറി ദബ്ബേശത്ത് വരെ ചെന്ന് യോഗ്നയാമിനെതിരെയുള്ള തോട് വരെയായിരുന്നു.
സാരീദിൽ നിന്ന് അത് കിഴക്കോട്ട് സൂര്യോദയത്തിന്റെ നേരെ കിസ്ലോത്ത് തബോരിന്റെ അതിരിലേക്ക് തിരിഞ്ഞ് താബേരത്തിന് ചെന്ന് യാഫിയയിലേക്ക് കയറുന്നു. അവിടെ നിന്ന് കിഴക്കോട്ട് ഗത്ത് ഹേഫറിലേക്കും ഏത് കാസീനിലേക്കും കടന്ന് നെയ്യ വരെ നീണ്ടുകിടക്കുന്ന റിമ്മോനിലേക്ക് ചെല്ലുന്നു. പിന്നെ ആ അതിർ ഹന്നാദോത്ത് വടക്കുവശത്ത് തിരിഞ്ഞ് ഇഫ്താവ് ഏൽ താഴ്വരയിൽ അവസാനിക്കുന്നു. കത്താഹ്, നഹല്ലാൽ, ഷിംറോൻ, ഇദല, ബെത്ലഹീം മുതലായ 12 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു. ഇത് സെബൂലൂൻ മക്കൾക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശങ്ങളായി പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ. 4-ാമത്തെ നറുക്ക് ഇസാഖാരിന് കുടുംബം കുടുംബമായി ഇസാഖാർ മക്കൾക്ക് തന്നെ വന്നു. അവരുടെ ദേശം ഇസ്രയേൽ, കെസുലോത്ത്, ശൂനേം, ഖഫാരയീം, ഷിയോൻ, അനാഹരാത്ത്, രബീത്ത്, കിഷ്യോൻ, ഏബസ്, രേമത്ത്, ഏൻ ഗന്നീം, ഏൻ ഹദ്ദ, ബേത് പസേസ് എന്നിവയായിരുന്നു. അവരുടെ അതിർ താബോർ, ഷഹസൂമ, ബേത് ഷെമേഷ് എന്നിവയിൽ എത്തി യോർദാങ്കിൽ അവസാനിക്കുന്നു. ഇങ്ങനെ 16 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഇത് ഇസാഖാർ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം. ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ. ആശേർ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി 5-ാമത്തെ നറുക്ക് വന്നു. അവരുടെ ദേശം ഹെൽക്കത്ത്, ഹലി, ബേദൻ, അക്ലാഫ്, അല്ലമേലക്, അമാദ്, മിഷാൽ എന്നിവയായിരുന്നു. അത് പടിഞ്ഞാറോട്ട് കർമ്മയിലും ഷീഹോർ ലിബ്നാത്തും വരെ എത്തി. സൂര്യോദയത്തിന്റെ നേരെ ബേത്ത് ദാഗോനിലേക്ക് തിരിഞ്ഞ് വടക്ക് സെബൂലിലും ബേത്ത് ഏമേലക്കിലും നെയ്യിലയിലും ഇസ്താഹ് ഏഴ് താഴ്വരയിലും എത്തി ഇടത്തോട്ട് കാബൂൽ, ഹെബ്രോൻ, റേഹോബ്, അമ്മോൻ, കാന എന്നിവയിലും മഹാനഗരമായ സീദോൻ വരെയും ചെല്ലുന്നു. പിന്നെ ആ അതിർ രാമയിലേക്കും ഉറപ്പുള്ള പട്ടണമായ സോരിലേക്കും തിരിയുന്നു. പിന്നെ ആ അതിർ ഹോസയിലേക്ക് തിരിഞ്ഞ് സക്സീവ് ദേശത്ത് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. ഉമ്മ, അഫേക്ക്, രേഹോബ് മുതലായ 22 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു. ഇത് ആശേർ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം. ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ. 6-ാമത്തെ നറുക്ക് നഫ്താലി മക്കൾക്ക് കുടുംബം കുടുംബമായി നഫ്താലി മക്കൾക്ക് തന്നെ വന്നു. അവരുടെ അതിർ സാനനീമിലെ കരുവേലകവും തുടങ്ങി അദാമീനേക്കലിലും യബ്നോനിലും കൂടി ലക്കും വരെ ചെന്ന് യോർദാനെങ്കൽ അവസാനിക്കുന്നു. പിന്നെ ആ അതിർ പടിഞ്ഞാറോട്ട് അശ്നോത്ത് താബോറിലേക്ക് തിരിഞ്ഞ് അവിടെ നിന്ന് ഹുക്കോക്കിലേക്ക് ചെന്ന് തെക്കുവശത്ത് സെബൂലിനോടും പടിഞ്ഞാറ് വശത്ത് ആശേരിനോടും കിഴക്ക് വശത്ത് യോർദാൻ യഹൂദയോടും തൊട്ടിരുന്നു. ഉറപ്പുള്ള പട്ടണങ്ങളായി സിദ്ദീം, സെയർ, ഹമ്മത്ത്, രക്കത്ത്, കിന്നേരത്ത്, അദമ, രാമ, ഹാസോർ, കേദേശ്, എദ്രയി, ഏനസോർ, ഇഷോൻ, മിഗ്ലത്ത് ഏൽ, ഹോരേം, ബേത്തനാത്ത്, ബേത് ഷേമേഷ്, ഇങ്ങനെ 19 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. ഇവ നഫ്താലി മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശങ്ങളിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും തന്നെ. ദാൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി 7-ാമത്തെ നറുക്ക് വന്നു. അവരുടെ അവകാശ ദേശം സോര, എസ്തയോഷ്, ഈർ ഷെമേഷ്, ഷാലബീൻ, അയാലോൻ, ഇത്ല, ഏലോൻ, തിമ്ന, എക്രോൻ, എൽദക്കെ, ഗിബദോൻ, ബാലാക്ക്, ഹിസൂർ, ബേനെ ബരാക്ക്, ഗത്ത് ജുമോൻ, മേയർകോൻ, രക്കോൻ എന്നിവയും യാഫോവിനെതിരെയുള്ള ദേശവുമായിരുന്നു. എന്നാൽ ദാൻ മക്കളുടെ ദേശം അവർക്ക് പോയി. അതുകൊണ്ട് ദാൻ മക്കൾ പുറപ്പെട്ട് ലെഷേമിലേക്ക് യുദ്ധം ചെയ്ത് അതിനെ പിടിച്ച് വാളിൻ്റെ വായ്ത്തലയാൽ സംഹരിച്ച് കൈവശമാക്കി അവിടെ പാർത്തു. ലേഷമിന് തങ്ങളുടെ അപ്പനായ ദാന്റെ പേരിന് പകരം ദാൻ എന്ന് പേരിട്ടു. ഇത് ദാൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശ പട്ടണങ്ങളും ഗ്രാമങ്ങളുമാകുന്നു. അവർ ദേശത്തെ അതിർ തിരിച്ചു കഴിഞ്ഞ ശേഷം ഇസ്രായേൽ മക്കൾ നൂന്റെ മകനായ യോശുവയ്ക്കും തങ്ങളുടെ ഇടയിൽ ഒരു അവകാശം കൊടുത്തു. അവൻ ചോദിച്ച പട്ടണമായി എഫ്രൈം മലനാട്ടിലുള്ള തിമ്നത്ത് സേരഹ് അവർ യഹോവയുടെ കൽപ്പന പ്രകാരം അവന് കൊടുത്തു. അവൻ ആ പട്ടണം പണിതു, അവിടെ പാർത്തു. ഇവ പുരോഹിതനായ എലയാസരും നൂന്റെ മകനായ യോശുവയും ഇസ്രായേൽ മക്കളുടെ ഗോത്രപിതാക്കന്മാരും പ്രധാനികളും ഷീലോവിൽ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് ചീട്ടിട്ട് അവകാശമായി വിഭാഗിച്ചു കൊടുത്ത അവകാശങ്ങളാകുന്നു. ഇങ്ങനെ ദേശവിഭാഗം അവസാനിച്ചു. യോശുവയുടെ പുസ്തകം 20-ാം അധ്യായം.
പിന്നെ യഹോവ യോശുവയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, അറിയാതെ അബദ്ധവശാൽ ഒരാളെ കൊന്നുപോയി ഒരുവൻ ഓടിപ്പോയി ഇരിക്കേണ്ടതിന് ഞാൻ മോശെ മുഖാന്തരം നിങ്ങളോട് കൽപ്പിച്ച സങ്കേത നഗരങ്ങൾ നിശ്ചയിപ്പിൻ. രക്തപ്രതികാരകൻ കൊല്ലാതിരുപ്പാൻ അവ നിങ്ങൾക്ക് സങ്കേതമായിരിക്കണം. ആ പട്ടണങ്ങളിൽ ഒന്നിലേക്ക് ഓടിച്ചെല്ലുന്നവൻ പട്ടണത്തിൻ്റെ പടിവാതിൽക്കൽ നിന്നുകൊണ്ട് തൻ്റെ കാര്യം പട്ടണത്തിലെ മൂപ്പന്മാരെ അറിയിക്കുകയും അവർ അവനെ പട്ടണത്തിന് കൈക്കൊണ്ട് തങ്ങളുടെ ഇടയിൽ പാർക്കേണ്ടതിന് അവനൊരു സ്ഥലം കൊടുക്കുകയും വേണം. രക്തപ്രതികാരകൻ അവനെ പിന്തുടർന്ന് ചെന്നാൽ കൊല ചെയ്തവൻ മനസ്സറിയാതെയും പൂർവ്വദ്വേഷം കൂടാതെയും തൻ്റെ കൂട്ടുകാരനെ കൊന്നുപോയതാകിയാൽ അവർ അവനെ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കരുത്. അവൻ സഭയുടെ മുമ്പാകെ വിസ്താരത്തിന് നിൽക്കും വരെയോ അന്നുള്ള പുരോഹിതൻ്റെ മരണം വരെയോ ആ പട്ടണത്തിൽ പാർക്കണം. അതിൻ്റെ ശേഷം കൊല ചെയ്തവന് താൻ വിട്ടോടിപ്പോന്ന സ്വന്തം പട്ടണത്തിലേക്കും തൻ്റെ വീട്ടിലേക്കും മടങ്ങിച്ചെല്ലാം. അങ്ങനെ അവർ നഫ്താലി മലനാട്ടിൽ ഗലീലയിലെ കേദേശും, എഫ്രൈം മലനാട്ടിൽ ഷേഖമും, യഹൂദ മലനാട്ടിൽ ഹെബ്രോൻ എന്ന കിര്യത്ത് അർബായും, കിഴക്ക് യെരിഹോവിനെതിരെ യോർദാൻ അക്കരെ മരുഭൂമിയിൽ റൂബൻ ഗോത്രത്തിൽ സമഭൂമിയിലുള്ള ബേസരും, ഗിലെയാദിൽ ഗാദ് ഗോത്രത്തിൽ രാമൂത്തും, ബാഷാനിൽ മനശ്ശെ ഗോത്രത്തിൽ ഗോലാനും നിശ്ചയിച്ചു. അബദ്ധവശാൽ ഒരുത്തിനെ കൊന്നുപോയവൻ സഭയുടെ മുമ്പാകെ നിൽക്കും വരെ രക്തപ്രതികാരകൻ്റെ കയ്യാൽ മരിക്കാതെ ഓടിപ്പോയിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കളൊക്കെയും അവരുടെ ഇടയിൽ വന്നു പാർക്കുന്ന പരദേശിക്കും വേണ്ടി നിശ്ചയിച്ച പട്ടണങ്ങൾ ഇവ തന്നെ.